എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്ക് ശേഷം വീണ്ടും എയർ ഡ്രോപ്സിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് റീസെൻ്റ് ആയിട്ട് കുറേ അപ്ഡേറ്റ്സ് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ചെയ്യാം. എന്ന് കുറച്ച് ദിവസമായില്ലേ, എല്ലാ അപ്ഡേറ്റ്സും കൂടെ എടുത്ത് നമ്മുടെ ചാനലിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രൂപ്പിലും ഒന്നും പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ പലതും സ്കിപ്പ് ചെയ്യും. സോ ഇതിൽ കുറച്ചെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിരിക്കുക ഈ ഒരു അപ്ഡേറ്റ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ, ഞാൻ ഡെയിലി സൂയും ഡുനോട്ടും ഞാൻ ഡെയിലി പറ്റുന്നതെല്ലാം ഞാൻ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം കയറി ക്ലെയിം ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്നത് ചിലപ്പോൾ രാത്രിയാവും, നിങ്ങൾക്ക് രാവിലെ ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ പോലും ഇത് പിറ്റേ ദിവസം ഉച്ച വരെ സമയമുണ്ട്. അതായത് ജനുവരി 15 എന്ന് പറഞ്ഞ് ഞാൻ ഇടുന്നത് 16-ാം തീയതി ഉച്ച വരെ ടൈം ഉണ്ടാവും. സോ 16-ാം തീയതി ഉച്ച വരെ ആയിരിക്കും അത് തീരുന്നത്. ആ ഒരു ടൈം വരെ നമുക്കുണ്ട്. അത് കണക്കാക്കിയാണ് ഞാൻ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് എൻ്റെ ഈ ഹാഷ് ടാഗിലേക്ക് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു കോംബോയും ഈ ഒരു റിബസും റിഡിലും ഒക്കെ കിട്ടും. സോ മാക്സിമം അത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, ബീറ ചെയിന് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ബീറ ചെയിന് അത് മാത്രമല്ലാതെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് IRCTC വന്നിട്ട് കുംഭമേളയ്ക്ക് NFTs പോളിഗൺ ബ്ലോക്ക് ചെയിനുമായിട്ട് ചേർന്ന് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ നല്ല നല്ല അപ്ഡേഷനും നല്ല നല്ല ന്യൂസും ആണ് ക്രിപ്റ്റോയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് Web3 ഒക്കെ സംബന്ധിച്ച്. സോ നമുക്ക് ഇനി ഈ പറയുന്ന ബീറ ചെയിനിൽ എൻ്റെ പോലെ ഗതികെട്ടവൻ വേറെ ആരും കാണത്തില്ല. കാരണം ബീറ ചെയിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് NFT ബൈനാൻസിൻ്റെ ഒരു ഇത് വന്നായിരുന്നു. ബൈനാൻസിൻ്റെ ഒരു ഈവൻറ്റ് ബൈനാൻസിൻ്റെ വാലറ്റിൽ. ഞാനാണെങ്കിൽ ബൈനാൻസ് വാലറ്റ് പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് ബീറ ചെയിൻ എല്ലാം ചെയ്തിട്ട് ആ വാലറ്റിൻ്റെ സീഡ് പ്രൈസ് നമുക്ക് സീഡ് പ്രൈസ് ആയിട്ടല്ല വരുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പ്രൈവറ്റ് കീ ഒന്നീ QR കോഡായിട്ട് സേവ് ചെയ്യണം, അല്ലെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. ഞാൻ QR കോഡായിട്ട് ആപ്പിളാണ് കയ്യിലിരുന്നത്. അപ്പോൾ ആപ്പിളിനകത്ത് പേസ്റ്റ് ചെയ്തു, അവരുടെ ക്ലൗഡിലിട്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ അങ്ങനെ ഒരു വാലറ്റ് അവിടെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഇത് വെച്ച് ഇമ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്നു. അങ്ങനെ എനിക്ക് അതിൻ്റെ എയർ ഡ്രോപ്പ് പോവും ബീറ ചെയിനിൻ്റെ. പക്ഷേ ബീറ ചെയിന് മേ ബി വലിയ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. മേ ബി നമുക്ക് ഫെബ്രുവരി ഒക്കെ വരുന്നുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ട്വിറ്റർ നിങ്ങൾ ഇന്ന് മുതൽ മസ്റ്റായിട്ട് എൻ്റെ അത് ഫോളോ ചെയ്യുക. ട്വിറ്ററിലായിരിക്കും ഞാൻ ഇനി മാക്സിമം പോസ്റ്റേഴ്സ് റീപോസ്റ്റ് ചെയ്യുന്നതും പുതിയ പോസ്റ്റുകൾ ചെയ്യുന്നതും. സോ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോസ് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. സോ അതുകൊണ്ടാണ് ഞാൻ മെജോറിറ്റി വീഡിയോസ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിപ്പാണ്. സോ ക്രിപ്പിൻ്റെ ടോക്കൺ ജനുവരി 20-ാം തീയതി ലോഞ്ച് ചെയ്യുകയാണ്. സോ ക്രിപ്പ് വളരെ പെട്ടെന്ന് വന്നൊരു പ്രോജക്റ്റാണ്. ഞാൻ ക്രിപ്പിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ക്രിപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ പിന്നെ ക്രിപ്പിൻ്റെ റെഫറൽ ഉണ്ടെങ്കിൽ മാത്രമേ ക്രിപ്പ് കറക്റ്റായിട്ട് അതായത് റെഫറൽ ചെയ്ത് കഴിഞ്ഞാൽ 40,000 പോയിൻറ്റ്സ് കിട്ടും. അല്ലാതെ നമ്മൾ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ലെവലിൽ കിട്ടത്തില്ല. ഇവരുടെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് 45,000-നകത്ത്, അതായത് ലീഡർ ബോർഡിൽ 45,000-നകത്ത് വന്നാൽ മാത്രമേ റിവാർഡ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. വെൻ ക്രിപ്പ് ലോഞ്ചസ് ഓൺ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് വി വിൽ distribute the first cage rewards. The top 45,000 participants on the leaderboard will receive ക്രിപ്പ് ടോക്കൺസ്. അതായത് ക്രിപ്പ് ടോക്കൺസ് ടോട്ടൽ സപ്ലൈയുടെ 1.48% മാത്രമാണ് ഇവർ കൊടുക്കുന്നത്. സോ വളരെ കുറച്ച് സപ്ലൈ മാത്രമേ ഇവർ കൊടുക്കുന്നുള്ളൂ. അതും ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിനും ഈ പറയുന്ന യൂസേഴ്സിനും ഡിഫറൻസ് ആയിരിക്കും എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യം വെച്ച് സ്കാം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ബോട്ട്, റൂൾ ബ്രേക്കേഴ്സ്, സ്പൂഫേഴ്സ്, അവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇത് എന്താണ്. കാരണം ഇവർ ആകെ 1% ആണ് ടോട്ടൽ സപ്ലൈ. എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല എത്രയാണ് ടോട്ടൽ സപ്ലൈ എന്ന്. സപ്ലൈ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് അത് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ചാനലിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇതിൽ ഫസ്റ്റ് 45,000 അകത്ത് വരാനുള്ള ഇത് നോക്കുക. നിങ്ങൾ മാക്സിമം ഓണാക്കി വയ്ക്കുക. സിറ്റിയിലൊക്കെ പോകുന്നവർ മാക്സിമം ചുമ്മാ ഓണാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 1,500, 5,000, 10,000 ടോക്കൺസ് ഒക്കെ കിട്ടും. ഏതെങ്കിലും മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനും അത്യാവശ്യം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ 20 ജനുവരിക്ക് മുമ്പ് നിങ്ങൾ വാലറ്റും കണക്ട് ചെയ്തിരിക്കണം. സോ ഈ വാലറ്റ് എങ്ങനെ കണക്ട് ചെയ്യണം എന്നല്ല ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഇനി പോസിൻ്റെ ഭാഗത്തു നിന്ന് വന്നതെന്ന് പറഞ്ഞാൽ വെറും 20% യൂസേഴ്സ് മാത്രമേ പോസിൻ്റെ എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി ഉള്ളതെന്നാണ് പറയുന്നത്. സോ നിങ്ങളെ എയർ ഡ്രോപ്പിൻ്റെ എലിജിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് പോസിനൊരു സീക്രട്ടായൊരു ടാസ്ക് വന്നിട്ടുണ്ട്, അതും നിങ്ങളൊന്ന് നോക്കുക. അത് ഞാൻ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ചാനലെന്ന് ഉദ്ദേശിക്കുന്നത് വാട്സപ്പാണ്. ഞാൻ മെജോറിറ്റി വാട്സപ്പിൽ നിന്ന് ഞാൻ ടെലിഗ്രാമിലേക്ക് മൂവ് ചെയ്യാം. അതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. കാരണം എല്ലാവർക്കും വാട്സപ്പ് കംഫർട്ടബിൾ അല്ല. ഞാൻ ഇത്രയും നാൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി, വാട്സപ്പ് ചാനൽ തന്നെയാണ് വെച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ 4-5 വർഷമായിട്ട്. പക്ഷേ എനിക്കും ഇനി കംഫർട്ട് ടെലിഗ്രാം ആണെന്ന് തോന്നുന്നു. കാരണം കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ടെലിഗ്രാമിലോട്ട് വരുമ്പോൾ കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് ഒറ്റ പോസ്റ്റ് ഇട്ടാൽ മതി, മറ്റേത് എല്ലാം കൂടെ 3 പോസ്റ്റ് ഇടണം. വാട്സാപ്പിൽ 2 പോസ്റ്റ്, ടെലിഗ്രാമിൽ 1 പോസ്റ്റ്. ഫോണ് മൊത്തം ഹാങ് ആയി കുറേ പോസ്റ്റ് എല്ലാം കൊണ്ട്. അപ്പോൾ ഞാൻ നേരെ ടെലിഗ്രാമിലേക്ക് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. മേ ബി ജനുവരി ലാസ്റ്റ് ഞാൻ മൂവ് ചെയ്യും.
ഇനി വന്ന മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ജൂപ്പിറ്ററിൻ്റെ സെക്കൻഡ് അലോക്കേഷൻ വന്നിട്ടുണ്ട്. എന്നെ അവന്മാർ തേച്ചു. എനിക്ക് എലിജിബിൾ അല്ലെന്നാണ് പറയുന്നത്. അത് അപ്പീൽ ചെയ്യാമെന്ന് പറയുന്നു. നോക്കട്ടെ, ഞാൻ അപ്പീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പീൽ ചെയ്യാം. അപ്പീലിൽ നിന്നൊന്നും വലിയൊരു ചാൻസ് കുറവാണ്. കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജൂപ്പിറ്ററിൽ ഒരുപാട് ട്രാൻസാക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് ട്രാൻസാക്ഷൻസ് ഞാൻ ജൂപ്പിറ്ററിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ആക്ടിവിറ്റീസിൽ. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ട്രാൻസാക്ഷൻസ് ഞാൻ 2024 ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ 0.2 സോള്. ആ സോള് തന്നെ ഇപ്പം വച്ചിരുന്നെങ്കിൽ തന്നെ അന്നത്തേൻ്റെ ഡബിള് ട്രിപ്പിള് റേറ്റൊക്കെ വന്നനെ. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ജൂപ്പിറ്റർ നിങ്ങൾ ചെക്ക് ചെയ്യുക. ജൂപ്പിറ്ററിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ലിങ്ക് ആ ഒരു എയർ ഡ്രോപ്പിൻ്റെ. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് ഓർ പോർട്ട്ഫോളിയോ ലിങ്ക് ഓർ വാലറ്റ് കണക്റ്റ് ഇതേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. സോ ഞാൻ എൻ്റെ ഈ വാലറ്റ് വെച്ച് ചെക്ക് അലോക്കേഷൻ കൊടുക്കുമ്പോൾ ഞാൻ സിബിൽ യുവർ വാലറ്റ് വാസ് ഫ്ലാഗ്ഡ് ആസ് എ ലൈക്ലി സിബിൽ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇതിലിനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പീൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അവരുടെ ഡിസ്കോഡിൽ പോയിട്ട്. ഞാൻ ചിലപ്പോഴേ ചെയ്യുള്ളൂ. കാരണം എനിക്ക് വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും മേ ബി കിട്ടുന്നത്. അത് എമൗണ്ടിനനുസരിച്ച് നോക്കാം മിനിമം എമൗണ്ട് എത്ര വരുന്നതെന്ന്. പിന്നെ അടുത്തൊരു സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ വാലറ്റ് കണക്റ്റ് വന്നിട്ട് ഇപ്പം $38 മില്യൺ ടോട്ടൽ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് വാലറ്റ് കണക്റ്റിന്. സോ ഇപ്പോൾ ഈ റീ ഓൺ എന്ന് പറയുന്ന ഇവർ വന്നിട്ട് $13 മില്യൺ അവർക്ക് ബിൽഡിന് വേണ്ടി കിട്ടിയിട്ടുള്ളത്. സോ നല്ലൊരു ന്യൂസാണ് വാലറ്റ് കണക്റ്റിൽ വന്നിട്ട് 2025. സോ നിങ്ങൾക്ക് എത്ര ടോക്കൺ കിട്ടി, എനിക്ക് എത്ര കിട്ടിയെന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. വാലറ്റ് കണക്റ്റിൻ്റെ എയർ ഡ്രോപ്പ് മേ ബി അത് വരാനുള്ള ചാൻസ് ഉണ്ട്. ജനുവരി ലാസ്റ്റ് ഓർ ഫെബ്രുവരി. അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. മേ ബി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഗ്രാസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ 2024 ഗ്രാസും 2025 ഗ്രാസും അവർ ഇപ്പോൾ ഒരു റോഡ് മാപ്പ് കണക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. മേ ബി നമുക്ക് എന്തെങ്കിലും നല്ല ന്യൂസുകൾ പ്രതീക്ഷിക്കാം. കാരണം എല്ലാവരും ചോദിക്കുന്ന സീസൺ 2ൻ്റെ റിവാർഡ് എപ്പോഴാണ് ഗ്രാസിൽ വരുന്നതെന്നാണ്. കാരണം നമ്മൾ കുറേ നാളായി ഗ്രാസിൻ്റെ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് അറൗണ്ട് 1,00,000 ഇതുവരെ ആയിട്ടില്ല. ഞാൻ വല്ലപ്പോഴും മാത്രമേ ഓണാക്കാറുള്ളൂ. റെഫറൽ റിവാർഡൊന്നും നോക്കണ്ട. ഈ സീസൺ 2ൽ തേച്ച് കൈ തന്നിട്ടുണ്ട്. നോട്ട് പേ ഒക്കെ എനിക്ക് അറൗണ്ട് 3 ടോക്കണാണ് കിട്ടിയത്. അതും വളരെ കോമഡി. നോട്ട് പേയുടെ ക്ലെയിം വന്നിട്ടുണ്ട്. ഞാനിതുവരെ ക്ലെയിം ചെയ്തില്ല. 3 ടോക്കൺ എന്തോ കാണിക്കാനാണ് അത്. ക്ലെയിം മീൻസ് അത് ഡയറക്റ്റ് OKXിലേക്കാണ് അയച്ചു തരുന്നത്, അല്ലാതെ നമുക്കല്ല. OKX മാത്രമാണ് ടൈ അപ്പ്. ഇന്ത്യയിൽ OKX ഡാറ്റ പറഞ്ഞു പോയല്ലോ. സോ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ന്യൂസ് റിലയൻസ് ജിയോ വന്നിട്ട് പോളിഗൺ ലാബുമായിട്ട് ഒന്ന് പുതിയ Web3 വേണ്ടി പുതിയ ടെക്നോളജീസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പോളിഗണിൽ നല്ലൊരു ന്യൂസാണിത്. പിന്നെ ജിയോ ഒന്നും കാണാതെ സൈൻ ചെയ്യില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ക്രിപ്റ്റോയുടെ ഒരു ടാക്സോ എന്തെങ്കിലുമൊക്കെ ന്യൂസ് നമുക്ക് ഇനിയിപ്പോൾ അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ന്യൂസുകൾ വന്നാൽ ബെറ്റർ. പിന്നെ ഞാൻ റിട്വീറ്റ് ചെയ്തിട്ടുള്ള ഈ മിൻറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെല്ലാവരും ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ചിലപ്പോഴേ കൊടുക്കുള്ളൂ. ഞാൻ വന്നിട്ട് ടെലിഗ്രാമിൽ കൊടുത്തേക്കാം. ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം. കാരണം യൂട്യൂബിൽ ചുമ്മാ ലിങ്കുകൾ വാരി കൊടുത്താൽ യൂട്യൂബ് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൽ വന്നിട്ട് നമ്മളെയൊക്കെ ചാനൽ ഫ്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കുറേ പേരുടെ ചാനൽ അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ലിങ്ക്സ് കൊടുക്കാതെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം. നിങ്ങൾ അവിടെ പോയി എടുത്താൽ മതി. ഇത് എൻ്റെ റെഫറൽ ലിങ്ക് കൂടെ കൊടുക്കാം. റെഫറൽ ലിങ്ക് വഴി കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് 40 പോയിൻറ്റ്സോ 30 പോയിൻറ്റ്സോ കിട്ടുള്ളൂ. ഇത് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഡാഷ്ബോർഡിലോട്ട് വരിക. ഈ ഒരു ഡാഷ്ബോർഡിൽ വന്നിട്ട് ഈ ഏൺ FVG എന്ന് പറയുന്ന സെക്ഷൻ, ഈ ഒരു എക്സ്പ്ലോർ എന്ന് പറയുന്ന സെക്ഷൻ, ഈ എക്സ്പ്ലോറിൽ വന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഈ ഒരു പാസ്പോർട്ട് നിങ്ങൾ എടുക്കണം. ഇവിടെ ഒരു പാസ്പോർട്ട് വരും. സോ ഫസ്റ്റ് ഇങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. നിങ്ങൾക്ക് ഇവരുടെ ഗാലക്സിയിലെ 1-2 ടാസ്ക് ചെയ്യാൻ വരും. പിന്നെ അതോടൊപ്പം ഇവരുടെ ട്വിറ്റർ ഡിസ്കോഡൊക്കെ ഫോളോ ചെയ്യാൻ വരും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എറൗണ്ട് ഒരു 50 പോയിൻറ്റ്സ് കിട്ടും. പിന്നെ അവരുടെ ഡിസ്കോഡിൽ പോയിട്ട് വെരിഫൈയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സിറ്റിസൺ എന്ന് പറയുന്ന ഈ ഒരു പാസ്പോർട്ട് കിട്ടും. ഈ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം, പാസ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈസി ആയിട്ട് ചെയ്യുന്നതിന് മുമ്പേ പാസ്പോർട്ട് കിട്ടാനായിട്ട് ഡെലിഗേറ്റ് VFHC എന്ന് പറയുന്ന ഇത് നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണം. 50 കൂടുതൽ ഡെലിഗേറ്റ് ചെയ്താൽ മാത്രമേ പാസ്പോർട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ 50 ടോക്കൺ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഈ എക്സ്പ്ലോർ എന്ന സെക്ഷനിലെ കുറച്ച് ടാസ്കുകൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ 50 പോയിൻറ്റ്സ് കിട്ടും. അത് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് റാൻഡമായിട്ട് ഡെലിഗേറ്റ് ചെയ്യണം. ഇതിപ്പോൾ ടെസ്റ്റ് നെറ്റാണ്. ഇതൊന്നും പൈസ കൊടുത്ത് ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട് വരുന്ന ടെസ്റ്റ് നെറ്റാണ്. സോ താല്പര്യമുള്ളവർക്ക് ചെയ്യുക. ഇവരുടെ എയർ ഡ്രോപ്പ് സൂൺ എന്ന് പറയുന്നുണ്ട്. മൈൻഡ് നെറ്റ്വർക്കാണ്, മിൻറ്റ് അല്ല, മൈൻഡ് മാറിപ്പോരുത്. സോ അത് ഞാൻ ട്വിറ്ററിൽ റിട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ക്രിപ്റ്റോ ലിങ്കിൻ്റെയൊക്കെ റിട്വീറ്റ് ചെയ്ത് വിടുന്നത് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കാണ്. ഞാനിതൊന്നും റെക്കോർഡ് ചെയ്ത് വീഡിയോ ആയിട്ട് ചെയ്യാൻ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. സോ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുള്ളിയെ പോയി ഫോളോ ചെയ്യുക. വീഡിയോ ഉണ്ട്. ഇത് ടെസ്റ്റ് നെറ്റാണ്. സോ റെഫറലോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് സിമ്പിൾ ടെസ്റ്റ് നെറ്റ് ടാസ്കുകൾ ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി 2 എണ്ണം പോയിട്ടുണ്ട്. 2 എന്ന് പറയുമ്പോൾ ഈ ഗെയിം നൈറ്റ് വോളിയം 6ഉം ഈ ഒരു ട്വിറ്ററും പോയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. സോ ഇത് രണ്ടുമാണ് ചെയ്യാനുള്ളത്. 5000 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് 20,000 കിട്ടും. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത്രയും സിമ്പിളാണ്. ഇതാ ഈ വീഡിയോയിൽ കാണിക്കും കണക്ക് തന്നെയാണ്. ഫസ്റ്റ് ഈ പ്ലം ടെസ്റ്റ് നെറ്റ് എല്ലാം കൊടുത്തിട്ട് സൈൻ ഇൻ ഒക്കെ കൊടുക്കുക. അപ്പോൾ ഇവർ തന്നെ ഈ എനേബിൾ എയറോപ്ലെയിൻ മോഡ് എന്നൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടെസ്റ്റ് നെറ്റിൻ്റെ URL എല്ലാം മെറ്റമാസ്കിൽ ആഡ് ചെയ്തോളും. അപ്പോൾ 5000 പോയിന്റ്സ് കിട്ടും. അത് കഴിഞ്ഞ് നോട്ടിഫൈ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വരും. അത് നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് കൊടുത്ത് ഒരു വെരിഫിക്കേഷൻ കോഡ് അവിടെ വരും. ആ ലിങ്ക് ഒന്ന് നിങ്ങൾ സൈനപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലിങ്ക് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് റീലോഡ് ചെയ്യുമ്പോൾ ആയിക്കോളും. എന്നിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിലും കൂടെ പോയിട്ട് ഈ ഫോം ഇപ്പോൾ പോയിട്ടുണ്ട്. സോ ഫോം പോയി ഇന്നലെ വന്നതാണ്. ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് അവരെല്ലാം കളഞ്ഞു. പിന്നെ രജിസ്ട്രേഷൻ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ പ്ലം നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ കൂടെ പോയിട്ട് ജസ്റ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഒന്ന് കണക്ട് ചെയ്യുക. ഇനി എനിക്ക് പറയാനുള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എതേന എന്ന് പറയുന്ന പ്രോജക്റ്റ്, അതായത് USD എതേന ഹോൾഡ് ചെയ്യുന്നവർക്ക്, എതേന ഹോൾഡ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ DOM, ആറ്റം, ടിയ സ്റ്റേക്കേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ പറയുന്ന DRV എന്ന് പറയുന്ന ടോക്കൺ ഇവർ എയർ ഡ്രോപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ വാലറ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. അതായത് ഈ ഡെറൈവ് XYZ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലോട്ട് നിങ്ങൾ വരണം. എന്നിട്ട് നിങ്ങൾ എതേന ഹോൾഡ് ചെയ്യുന്ന വാലറ്റ് അഡ്രസ്സ് ഇവിടെ വെച്ച് ചെക്ക് ചെയ്യുക. 0x എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സാണ്. സോ എൻ്റെ മെറ്റാമാസ്കിൽ എനിക്ക് ചെറിയൊരു, കാരണം എൻ്റെ USD വളരെ കുറവായിരുന്നുണ്ടായിരുന്നത്. സോ അത് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് 0.56, അതും ഈ പറയുന്ന 5 താഴെയാണുള്ളത് കൊണ്ട് ജനുവരി 16-ന് എയർ ഡ്രോപ്പ് ക്ലെയിം വരുമെന്നാണ് പറഞ്ഞത്. അതായത് ഇന്ന് പിന്നീട് 5 AM UTC ആയിരിക്കും വരുന്ന ടൈം. സോ നിങ്ങളിത് നോക്കുക. ഇത് USD ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അതായത് എത്തേന SCN ഹോൾഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യുക. ഇപ്പം കറണ്ട് മാർക്കറ്റിൽ 0.4 ഉണ്ട്. ഒരു 500 അല്ലെങ്കിൽ 1000, 2000, 3000 ടോക്കണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. $1000 അടുപ്പിച്ച് സർപ്രൈസിങ് എയർ ഡ്രോപ്പാണ്. സോ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് സയോണിൻ്റെ മാർക്കറ്റിനെ കുറിച്ചാണ്. സയോണിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് സയോണിൻ്റെ ഒരു ടെസ്റ്റ് നെറ്റാണ്. ഞാനിതെല്ലാം ട്വിറ്ററിൽ റിട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടില്ല. ഒരു ടെസ്റ്റ് നെറ്റ്, അതായത് ഇതാണ് സംഭവം. സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യാനുള്ളത് ഈ ടെസ്റ്റ് നെറ്റിലേക്ക് വരിക. ഇതിലേക്ക് നിങ്ങൾ പുതിയ ഒരു അക്കൗണ്ടായിട്ട് വേണം വരാൻ. പുതിയ അക്കൗണ്ട് മീൻസ് നിങ്ങളുടെ പഴയ മെയിൽ ID കൊടുത്താൽ മതി, ഇവർ പുതിയ വാലറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തോളും. ആ മെയിൽ ID കൊടുത്തിട്ട് നിങ്ങൾക്ക് വർക്കായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു മെയിൽ ID കൊടുത്ത് ക്രിയേറ്റ് ചെയ്താൽ മതി ഇതിലേക്ക്, ഈ മൈ അക്കൗണ്ട് എന്ന് പറയുന്ന സെക്ഷനിൽ. എന്നിട്ട് ഗെറ്റ് ടെസ്റ്റ് USDC കൊടുക്കണം. സോ ഇപ്പോൾ 5 USDC മാത്രമേ കൊടുക്കത്തുള്ളൂ. അതായത് ഫൗസറ്റ് വന്നിട്ട് ഓരോ 24 മണിക്കൂർ അല്ലെങ്കിൽ ഓരോ 5 മണിക്കൂർ അതിൻ്റെ ഇടയ്ക്കൊക്കെ തരത്തുള്ളൂ. സോ അന്ന് എനിക്ക് 100 USDC കിട്ടി. ഇപ്പോൾ 5 USDC കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഹവർലി ആണ് പറയുന്നുണ്ട്. ഓരോ 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ആ സമയത്ത് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് ടെസ്റ്റ് നെറ്റ് USDC കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചുമ്മാ USDC കിട്ടിക്കൊണ്ടിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ ഇതിൽ ഓരോന്നിലും പോയിട്ട് ബൈ ഓർ സെല്ല് കൊടുക്കുക. ബൈ ഓർ സെല്ല് മീൻസ് യെസ് ഓർ നോ കൊടുക്കുക. ഇതൊരു ടെസ്റ്റ് മാർക്കറ്റാണ്. സയോൺ നിങ്ങൾക്ക് ടെസ്റ്റ് നെറ്റിൽ കിട്ടിയല്ലോ. സോ അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഇസ്രായേലും ഹമാസും സീസ് ഫയർ ജനുവരി 31 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ലിക്വിഡിറ്റി ആഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഇതിൽ ഓരോന്നും ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിൽ ഞാൻ ചില ലെസ് കൊടുക്കുന്നു, ചില നോ കൊടുക്കുന്നു. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇവിടെ ലിക്വിഡിറ്റി ആണ് ഇത്തിരി പാട് ആഡ് ചെയ്യാനായിട്ട്. സോ ലിക്വിഡിറ്റിയുടെ 5 കൊടുത്തിട്ട് ആഡ് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കൺഫേം ആക്ഷൻ വരും. ട്രാൻസാക്ഷൻ സബ്മിറ്റഡ്, വെയിറ്റ് ഫോർ കൺഫർമേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. മെജോറിറ്റി ഫെയിൽ ആവാനാണ് ചാൻസ്. ലിക്വിഡിറ്റി എനിക്ക് കുറേ ഞാൻ ട്രൈ ചെയ്തിട്ടൊക്കെയാണ് നോക്കുന്നത്. ചിലപ്പോൾ ആവും, ചിലപ്പോൾ ആവത്തില്ല. ഉറപ്പ് ഞാൻ പറയുന്നില്ല. കാരണം വളരെ പാടാണ് ലിക്വിഡിറ്റി ആഡ് ആവാനായിട്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു ഷെയർസ് നമുക്ക് ഈസി ആയിട്ട് യെസും നോയും കൊടുക്കാം. സോ ഈ ഒരു ലിക്വിഡിറ്റി കുറേ നേരം കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അത് ഫെയിലായി. ഓക്കെ, ഞാൻ വീണ്ടും 1 കൊടുക്കുവാണ്, ബൈ കൊടുക്കുവാണ്, കൺഫേം ആക്ഷൻ കൊടുക്കുവാണ്. ഇത്രയാണ് ഇവിടെ ചെയ്യാനുള്ളത് മെയിനായിട്ട്. ഓക്കെ, ട്രാൻസാക്ഷൻ സബ്മിറ്റഡ്. ഓക്കെ, യെസ്, ഇത് നമുക്ക് പോകുന്നുണ്ട്. സോ ഡെയിലി പറ്റുമെങ്കിൽ ഇതൊന്ന് കയറി ചെയ്യാം. നമ്മുടെ സയോണിൻ്റെ മെയിനായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇത് ചെയ്യാൻ നോക്കുക. സോ നമുക്ക് ഒട്ടനവധി എയർ ഡ്രോപ്പുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു സമയത്ത്. പിന്നെ ട്രംപ് വന്നിട്ട് ജനുവരി 20-ാം തീയതി കയറുമെന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം വലിയ രീതിയിലേക്ക് ഇവർ കാര്യങ്ങളൊക്കെ ആഘോഷമൊക്കെ ആക്കാനുള്ള തീരുമാനമാണ്. അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടെ പമ്പാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. ചാൻസസ് മാത്രം വരുമ്പോൾ അറിയാം. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സോണിയം എന്ന് പറയുന്ന സോണിയുടെ ലെയർ 2-ൻ്റെ മെയിനായിട്ട് ഇപ്പോൾ ലൈവ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഇത് മിൻറ്റ് ചെയ്യാവുന്നതാണ്. അതായത് എത്ത് വന്നിട്ട് സോണിയമിലേക്ക് ബ്രിഡ്ജ് ചെയ്യണം ഫസ്റ്റ്. അതായത് ഇവരുടെ ഇതിലേക്ക് നിങ്ങളുടെ എതീരിയം വാലറ്റ് കണക്ട് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എത്തിനെ നിങ്ങൾ ഇതിലേക്ക് ബ്രിഡ്ജ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ടാസ്ക് വരുന്നത്. ഈ ഒരു റിലേ എന്ന് പറയുന്ന ഇതിലോട്ട് വാലറ്റ് കണക്ട് ചെയ്തിട്ട്. സോ ഫസ്റ്റ് ടാസ്ക് അത് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാനുള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, വെയിറ്റ് ചെയ്യേ, അതോടെ പോയി ആ ഒരു സംഭവം ഇതാ കിടപ്പുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു NFT മിൻറ്റ് ചെയ്യണം. NFT മിൻറ്റ് ചെയ്യാനുള്ള പ്രൈസ് എന്ന് പറയുന്നത് 305 ഫെബ്രുവരി 2 ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പ് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കണം. ഇപ്പോൾ ഏകദേശം 25,000 പേര് മിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഏകദേശം
25,000 പേര് ഈ ഒരു ഫോട്ടോയിൽ കണ്ട അത്രയാണ്. നമുക്ക് നോക്കട്ടെ ലോഡാകുമ്പോൾ എത്ര വരുമോ നോക്കട്ടെ. ഇപ്പോൾ അറൗണ്ട് 35,000 പേര് ഇത് മിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും മിൻറ്റ് ചെയ്യാം ഫെബ്രുവരി 2-ന് മുമ്പ്. സോ ഇത് മിൻറ്റ് ചെയ്യുക, ഒരു ട്രാൻസാക്ഷൻ ചെയ്യുക, ഈ ഒരു NFT ഹോൾഡ് ചെയ്യുക. ഇതൊക്കെ സോണിയത്തിൻ്റെ എയർ ഡ്രോപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറയുന്ന സോണിയോ എന്ന് പറയുന്ന പ്രോജക്റ്റ്, അതായത് നമ്മളതിൻ്റെ ടെസ്റ്റ് നെറ്റ് ഇടയ്ക്ക് നോക്കിയതാണ്. സോണി എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ കമ്പനിയുടെ പ്രോജക്റ്റാണ്. സോ താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്യാം. ദുബായ് ഗവൺമെൻറ് വന്നിട്ട് 17 സ്റ്റോറി ക്രിപ്റ്റോയുടെ ടവർ 2027-ന് മുമ്പ് ബിൽഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന കേട്ടു. അതായത് വലിയൊരു ക്രിപ്റ്റോ ടവർ, അതും വലിയ കാര്യം. ദുബായിൽ വലിയ ലെവലിൽ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നോട്ട് പേ ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ല തേച്ചെന്ന് പറഞ്ഞത്, അത് നേരെ OKXലാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ജനുവരി 17-ാം തീയതി വരും എന്ന് പറയുന്നുണ്ട്. അത് നാളെ, മേ ബി നാളെ വരാനുള്ള ചാൻസ് ഉണ്ട്. മോർ ദാൻ 7,50,000 വാലറ്റുകൾ ഇപ്പോൾ മൊത്തം ബോട്ട്സും സിബിലും ആയിട്ട് വന്നിട്ടുണ്ട് 10 മില്യൺ വാലറ്റ്സിൽ. സോ അത് നമുക്ക് 3 മാസം സമയമുണ്ടെന്നാണ് പറയുന്നത് അപ്പീൽ ചെയ്യാനായിട്ട്. സോ ഇത് ഡിസ്കോഡിൽ ചെന്നിട്ട് വേണം അപ്പീൽ ചെയ്യണമെന്നാണ് ഇവർ പറയുന്നുള്ളത്. എന്തുകൊണ്ട് സിബിൽ വന്നു എന്ന് എനിക്കറിയില്ല. അവർ മെജോറിറ്റി ഒരുപാട് ആൾക്കാരെ കളഞ്ഞായിരിക്കും. കുറേ ആൾക്കാർ അപ്പീൽ ചെയ്യാനൊന്നും പോകത്തില്ല. അപ്പോൾ അത്രയും ടോക്കൺസ് അവർക്ക് വേണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് റീഇഷ്യൂ ചെയ്ത് കൊടുക്കുക, ബാൻ ചെയ്യുക, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. ഓൾറെഡി ടോക്കണിന് വാല്യൂ ഉണ്ട് ഇപ്പോൾ ജൂപ്പിറ്ററിന്. അതേപോലെ ഇനി സീസൺ 3 വേണമെന്നുണ്ടെങ്കിൽ ജൂപ്പിറ്ററിൽ പോയിട്ട് നിങ്ങൾ സ്വാപ്പ് ചെയ്താൽ മതി ഓരോ ഇത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ്. സോ ഈ എയർ ഡ്രോപ്പ് അഡ്വഞ്ചറിന് വീണ്ടും ഒരു 700 ടോക്കൺ കിട്ടി. കൺഗ്രാറ്റ്സ്. വലിയ കാര്യമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊക്കെ വലിയ വലിയ എമൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ക്രിപ്പ് ഞാൻ പറഞ്ഞല്ലോ, MEXലും ഗേറ്റ്.ഐയിലും ക്രിപ്പിനെ കുറിച്ച് ഫൗണ്ട് ആയിട്ടുണ്ട് രണ്ടിടത്തും. ക്രിപ്പ് ടോക്കൺ 4 ദിവസം കഴിയുമ്പോൾ ഇനി ക്രിപ്പിൻ്റെ ഇത് വരുന്നുണ്ട്. സോ എന്തായാലും ക്രിപ്പ് ഇനി 20-ാം തീയതി നമുക്ക് കറക്റ്റായിട്ട് അറിയാം ക്രിപ്പിൻ്റെ വാല്യൂ എങ്ങനെയാണ്, ക്രിപ്പ് നമുക്ക് എത്ര എയർ ഡ്രോപ്പ് തരുമെന്നൊക്കെ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് വന്നൊരു പ്രോജക്റ്റാണ് ക്രിപ്പ്. സോ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഇനി പൗസിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല, എത്ര ഡ്രോപ്പ് കിട്ടുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. കയറി നോക്കുക, എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ ഓക്കെ. ഇനി എല്ലാവരും പറയുന്നത് ഇത് തന്നെ, സോണിയത്തിലേക്ക് ബ്രിഡ്ജ് ചെയ്യുക എന്നാണ്. താല്പര്യമുള്ളവർക്കൊക്കെ സോണിയത്തിലേക്കും ബ്രിഡ്ജ് ചെയ്യാം. സോ ഇത്രയാണ് റീസെൻ്റായിട്ട് വന്നിട്ടുള്ള മെയിൻ അപ്ഡേറ്റ്സ്. ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ്സ് ആണ്. നമുക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ഇതേപോലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ബോണ്ടെക്സിൻ്റെ ID അതും ഉണ്ട്, അതും അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയി. ബോണ്ടെക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ബാഡ്ജ് വന്നിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം കുറേ നാളുകൊണ്ട് നല്ല രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ്. താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ബോണ്ടെക്സിൻ്റെ പുതിയ ബാഡ്ജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മേ ബി എന്തെങ്കിലുമൊക്കെ എയർ ഡ്രോപ്പ് വന്നാലോ മനസ്സിലായില്ലേ. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ട്രംപിൻ്റെ ഹോൾഡിംഗ് ഇപ്പോൾ 18 മില്യൺ എങ്ങാണ്ടായെന്ന് പറയുന്നുണ്ട്. സ്റ്റോറി പ്രോട്ടോക്കോളിൻ്റെ ഒരു എയർ ഡ്രോപ്പ് സൂൺ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സ്റ്റോറി പ്രോട്ടോക്കോൾ IP അതിൻ്റെ ഒരു ടാസ്ക് ഉണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യുക. അത് 17 18 അല്ലേ ഉള്ളൂ. അത് ബൈനാൻസിൻ്റെ വാലറ്റിലാണ് വരുന്നത്. ആ വാലറ്റിൽ പോയിട്ട് സ്റ്റോറിയുടെ IP ടോക്കണൊക്കെ ക്ലെയിം ചെയ്ത് ആ ഒരു ടാസ്ക് ചെയ്ത് വയ്ക്കുക. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഹോങ്കോങ് ബേസ്ഡ് ഹാഷ് കീ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പറയുന്ന കാര്യം, ബിറ്റ്കോയിന് $3 ലക്ഷം മൂവ് ചെയ്യും, എതീരിയം $8,000 മൂവ് ചെയ്യും 2025. സോ ഇതിൽ നിങ്ങൾ ഏതാണ് തോന്നുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബിറ്റ്കോയിൻ $3 ലക്ഷം എടുക്കുമോ അതോ എതീരിയം 8,000 എത്തോ? എൻ്റെ ചോയ്സ് എപ്പോഴും 8,000 എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ BTC 3 ലക്ഷത്തിലേക്ക് പോകാനായിട്ട് കുറച്ചുകൂടെ ടൈം എടുക്കുമെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. കൂടാതെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസായ ഇൻസ്റ്റാഗ്രാമും ടെലിഗ്രാമും ട്വിറ്ററും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റ് കാണും വരെ സലാം.